ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നതേ ഒരു അമ്പല ദർശനത്തിന് വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ തിരുവൈരാണിക്കുളം മഹാദേവ ടെമ്പിളിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ വന്നിട്ട് ശിവനും പാർവതിയാണ്, ഫേസ് ടു ഫേസ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കാലടിയിലാണ് ഈ അമ്പലം വന്നിട്ട്. അപ്പോൾ വർഷത്തിൽ കുറച്ച് ദിവസം മാത്രമേ ഇവിടെ നട തുറപ്പുള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ലേ, എത്രമാത്രം ഭക്തജനങ്ങളാണ് ഇവിടെ ഒരേ ദിവസം വരാട്ടോ. രാവിലെ ഉച്ച രാത്രി എന്നൊന്നുമില്ല. ഇവിടെ ആ കുറച്ച് ദിവസം നട തുറപ്പിൻ്റെ സമയത്ത് ഇവിടെ നിറയെ ഭക്തരായിരിക്കും കേട്ടോ. അപ്പം നമ്മളിത് ഒരു ഈവനിങ് ടൈം ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ അതേ നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മൾ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് നേരം ക്യൂവിലൊക്കെ നിന്നപ്പോൾ തന്നെ നമ്മൾ വയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് തറയൊക്കെ ഇങ്ങനെ നിറയെ മണ്ണും പൊടിയൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് നല്ല ഫാനൊക്കെ ഉണ്ട് കേട്ടോ മുകളിൽ. അപ്പോൾ അധികം ചൂട് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. എന്നാലും ഓക്കെ. ഭയങ്കര തിക്കുള്ള ക്യൂ ആയിട്ടും തോന്നിയില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയ ക്യൂ ആണ് കേട്ടോ. അങ്ങനെ കുറേ നോക്കി എന്തോരം ജനങ്ങളാണ്. അങ്ങനത്തെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതേ അമ്പലത്തിൽ നിന്ന് തൊഴുത് ഇറങ്ങിയപ്പോഴുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ വിച്ചുക്കുട്ടനൊക്കെ ക്യൂ ഇല്ലാതെ വേഗം കയറാൻ പറ്റി. കുട്ടികളൊക്കെ ഇങ്ങനെ കയറ്റി വിടും കേട്ടോ. അപ്പോൾ വിച്ചുവും മമ്മിയും ക്യൂവിൽ നിൽക്കാതെ തന്നെ വേഗം കയറാൻ പറ്റി. ആ പൊടിയൊന്നും കിട്ടിയില്ല ഭാഗ്യത്തിന്. അപ്പോൾ കുറേ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ച് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ആൾ നല്ല ഹാപ്പിയാണ് കേട്ടോ. നല്ല മുണ്ടൊക്കെ എടുത്ത് നല്ല മിടുക്കനായിട്ടില്ല നമ്മുടെ വിച്ചുക്കുട്ടൻ. അപ്പോൾ ഇത് ഈ അമ്പലത്തിലൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ ഒരു വല്ലാത്ത ഫീൽ കേട്ടോ. പിന്നെ അതെ നടക്കുന്ന വഴി മൊത്തം ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങളായിട്ടും അതും ഇതുമായിട്ട് നമുക്ക് ഇഷ്ടമാതിരി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ അതേ നല്ല ജ്വല്ലറീസും എല്ലാ തരം കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വർഷത്തിൽ ഒരിക്കലായതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തരാണ്. അപ്പോൾ നമുക്ക് തൊഴുതിറങ്ങുമ്പോൾ തന്നെ ഇഷ്ടമാതിരി എത്രയൊക്കെ സാധനങ്ങൾ കണ്ടാലും ഈ ഒരു സംഭവത്തിലാണ് കേട്ടോ എൻ്റെ കണ്ണൊടുക്കിയത്. ആ ജ്വല്ലറീസൊക്കെ അവിടെ ഇരുന്നിട്ട് എനിക്ക് അത്ര ഇത് തോന്നിയില്ലെങ്കിലും ഇതിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരെണ്ണം വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. ഞാൻ ഏത് കളറാണ് വാങ്ങിച്ചതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കാണുന്നതിൽ ഏത് കളറാണ് വാങ്ങിച്ചതെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോൻ്റെ ലാസ്റ്റ് എന്തായാലും കാണാൻ പറ്റും. പിന്നെ ഇത് ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ മയിൽപ്പീലി. ഇത് അമ്പലത്തിൽ നിന്ന് തൊഴുത് പുറത്തേക്കുള്ള വഴിയാണ് കേട്ടോ. വഴിയിൽ തന്നെ നോക്കിയാൽ എത്ര ജനങ്ങളാണെന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചൂടോ അത്രയ്ക്ക് എക്സ്ട്രീമായിട്ടുള്ള ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ദേ ഇഷ്ടമാതിരി ചട്ടികൾ, അതുപോലെ തന്നെ കുഞ്ഞി ഭരണികൾ, പിന്നെ നമ്മുടെ ഈ കുഞ്ഞി കൃഷ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. പിന്നെ ദേ നമ്മുടെ എല്ലാ തരം സ്പൈസസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ദേ ഇതാ പുളി കണ്ടോ, നല്ല അടിപൊളി വാളംപുളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വാളംപുളിയൊക്കെ വാങ്ങിച്ചു. പിന്നെ ദേ നമ്മുടെ ഈ ടോയ്സിൻ്റെ ഷോപ്പ്, ഇങ്ങനെയൊക്കെ നല്ല പല കളറിൽ ഇങ്ങനെ ഇരിക്കണത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അങ്ങനെ ദേ നമ്മൾ കടകളൊക്കെ പിന്നിട്ടു പുറത്തോട്ട് ഇറങ്ങിയിട്ടോ. പുറത്തോട്ട് ഇറങ്ങിയിട്ടും തിരക്കിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. ആളുകൾ വരുന്നുണ്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റി. കുറച്ചും കൂടി കഴിഞ്ഞ നട അടച്ചേനെ. ബട്ട് നമുക്ക് നല്ലൊരു ഭാഗ്യമുണ്ടായി. നമ്മൾ സുഖമായിട്ടൊക്കെ തൊഴുതു ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ ഓരോരോ കടയിലൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാം കേട്ടോ. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബിച്ചുവിൻ്റെ കയ്യിൽ സ്പൈഡർമാൻ ഉള്ളതുകൊണ്ട് വേറെ ഒന്നും അവൻ കളിപ്പാട്ടൊന്നും ആഗ്രഹമൊന്നും പറഞ്ഞില്ല. പിന്നെ അവന് പെട്ടെന്നൊരു ഇത് കണ്ടപ്പോൾ വാശിയായി, അത് വേണം എന്നായി. വേറെ ഒന്നല്ല, അവിടെ ഒരു എയ്റോപ്ലെയിൻ എന്ന് പറയുക, ഹെലികോപ്റ്റർ എയ്റോപ്ലെയിൻ. അതെന്താണെന്ന് വെച്ചാൽ അത് ഡാമേജ് ആയിട്ട് കടക്കാരനത് മുകളിൽ എടുത്ത് വെച്ചേക്കാണ്. അത് ഡാമേജാണ്, അത് ഓടില്ല. പക്ഷേ അവന് അത് ആ മതിലിരുന്ന് അതാണ് അവൻ്റെ കണ്ണിൽ ഉടക്കിയത്. അവനത് വേണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം അതിനോടുള്ള വാശിയായി. പിന്നെ അത് വാങ്ങിച്ചു കൊടുക്കാതെ വേറെ നിവർത്തി ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് കൂളാവാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് ടയേർഡായിട്ടുണ്ട് കേട്ടോ. 2-3 മണിക്കൂറൊക്കെ ക്യൂ നിന്നിട്ടാണ് നമുക്ക് അകത്ത് കയറി തൊഴാനൊക്കെ പറ്റിയത്. അങ്ങനെ വിച്ചുവിന് ഐസ്ക്രീമൊക്കെ കൊടുത്ത് തണുപ്പിച്ചു. അങ്ങനെ
അങ്ങനെ വേഗം തന്നെ നമ്മൾ ആ തിരക്കിൽ അധികം നേരം നിന്നില്ല കേട്ടോ. വേഗം തന്നെ വീട്ടിലോട്ട് തിരിച്ചു. അപ്പോൾ നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് കളറാണ് ഞാൻ വാങ്ങിച്ചതെന്ന് ഗെസ് ചെയ്യാൻ. ദേ ഈ ഒരു ബ്ലൂ കളറാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ കമൻറ്റ് ചെയ്തവരൊക്കെ റൈറ്റ് ആയോ എന്നൊന്ന് നോക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരും. അപ്പോൾ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.